എന്താ ആനയെ വിൽക്കണ്ടെന്ന് പെട്ടെന്നങ്ങ് തീരുമാനിച്ചത്? ഞാനല്ലല്ലോ ആ വക തീരുമാനങ്ങളൊന്നും എടുത്തത്. തീരുമാനങ്ങൾ എടുത്തത് നീയല്ല, പക്ഷെ നീ കാരണമാ അവരെങ്ങനെ തീരുമാനിച്ചത്. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. എന്താണ് നിന്റെ കയ്യിലുള്ള വശീകരണ മന്ത്രം? ആദ്യം അത് വെച്ച് ആനയെ പാട്ടിലാക്കി, ഇപ്പൊ പാട്ടുപാടി ഉടമസ്ഥയെ തന്നെ പാട്ടിലാക്കാൻ നോക്കുകയല്ലേ? ആണെങ്കിൽ ഉടലോടെ നിനക്ക് സ്വർഗത്ത് നരകത്ത് പോകാം. കൊല്ലും കൊലയും നടത്തി പാരമ്പര്യമുള്ളവരാ മുല്ലയ്ക്കൽ തറവാട്ടുകാര്. എത്താത്ത കൊമ്പത്ത് എത്തിപ്പിടിച്ചിട്ട് പൊത്തോന്ന് പൊട്ടി താഴത്ത് വീഴല്ലേ. ശങ്കരൻകുട്ടി, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നീ ഇടപെടുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്ത് ഇവിടെ കഴിയാം. എന്ന് പോലാണോ നിനക്ക് ഈ മര്യാദ വന്നത്? യഥാർത്ഥ പാപ്പാനെന്ന് കരുതിയാ നിനക്ക് അവർ ഈ പരിഗണനയും സ്നേഹവും ഒക്കെ തന്നത്. വിനീത പോലും ശരിക്കും ആ സ്നേഹവും പരിഗണനയൊക്കെ എനിക്ക് അവകാശപ്പെട്ടാണ്. നീ ആയിട്ട് അതെല്ലാം നശിപ്പിച്ചു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. അതിനുശേഷം നിന്നെ ഇവിടുത്തെ ഒന്നാം പാപ്പാനാക്കിയിട്ട് എന്നേക്കുമായി ഞാൻ ഈ തറവാട് വിട്ടു പൊക്കോളാം. ഇവിടത്തെ കുട്ടിയും സ്വന്തമാക്കിക്കൊണ്ടല്ലേ? അപ്പൊ ഞാൻ ഇവിടത്തെ ഒന്നാം പാപ്പാനാകും, നീ എന്റെ യജമാനും ആകും. അങ്ങനെ നീ സൂഹിക്കണ്ട. എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കണ ശങ്കരൻകുട്ടി? വായിക്കൂടാ. നീ എഴുതാൻ പോണ പുറം ഞാൻ നേരത്തെ മനസ്സിൽ കണ്ടെന്നേ ഉള്ളൂ. റോം വെന്തരിയുമ്പോ വീണ വായിച്ച നീറോ ചക്രവർത്തിയെ പോലെ നിന്റെ പാപ്പാൻ ജീവിതം കത്തിയെറിയുന്നത് കണ്ട് ഞാൻ ഓടക്കുഴൽ വായിക്കും. ദൈവത്തോർത്ത് ശങ്കരൻകുട്ടി, ഞാൻ പറയുന്ന ഒന്ന്. അതേടാ, നിന്റെ പ്രേമം ഞാൻ തകർക്കും. ഇപ്പൊ തന്നെ നിന്റെ സകല കള്ളക്കളികളും ഞാൻ വിനീതോട് പറയും. അതോടെ മുല്ലയ്ക്കൽ കാരണവന്മാർക്ക് മണമുളകും. അവർ നിന്നെ ചവിട്ടി അരച്ച് കൊല്ലും. നമുക്ക് കാണാം. അത് ശരി. അല്ലറ ചില്ലറ കള്ളങ്ങളൊക്കെ പറയുമെന്ന് ശങ്കരൻകുട്ടി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ പ്രവർത്തിക്കാനും തുടങ്ങിയല്ലേ? അയ്യോ, പ്രവർത്തിക്കാനൊന്നും വന്നതല്ല. എനിക്ക് വിനീത മേഡത്തിനെ ഒന്ന് കാണണമായിരുന്നു. എന്തിന്? ഒരു കാര്യം പറയാനാ. എന്ത് കാര്യം? അത് അവിടെ പറയാനുള്ള കാര്യമാ. ആദ്യം എന്നോട് പറ. കുഞ്ഞോട് പറയാൻ പറ്റുന്ന കാര്യമാണെന്ന് ഞാനും നോക്കട്ടെ. അത് പിന്നെ ഇതോ അത് കളഞ്ഞിട്ട് പിന്നെ കാര്യം പറയടാ. ഇവിടെ പാപ്പാനെന്നും പറഞ്ഞു കൂടിയിരിക്കുന്ന മറ്റവനില്ലേ? ശങ്കരൻകുട്ടി. അയ്യോ, അത് ശങ്കരൻകുട്ടി അല്ല, പാപ്പാനും അല്ല. പിന്നെ അവനൊരു ഭയങ്കര തട്ടിപ്പുകാരനാ. അവനെ ആൾമാറാട്ടം നടത്തി ഇവിടെ ജീവിക്കുക. അവന്റെ യഥാർത്ഥ പേര് അനന്ത പത്മനാഭ അയ്യർ. അനന്ത പത്മനാഭ അയ്യർ. ബ്രാഹ്മണനാ. ഈശ്വരനാണ് സത്യം. ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ സാറ് ചത്തുപോട്ട്. ശരി, സമ്മതിച്ചു. അവൻ ബ്രാഹ്മണനാണെന്നുള്ളത് എന്താ തെളിവ്? തെളിവുണ്ട്. പൂണൂലുണ്ടോ അവന്? പൂണൂലില്ല. പിന്നെ പൂണൂലൊക്കെ അവൻ അഴിച്ചു മാറ്റി വെച്ചിരിക്കുക ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടി. എനിക്കൊരു ചാൻസ് തരാണെങ്കിൽ ഈ നിമിഷം അവൻ ബ്രാഹ്മണനാണെന്ന് ഞാൻ തെളിയിച്ചിരിക്കും. തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിലോ? സാധിച്ചില്ലെങ്കിലെന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ല. തെളിയിച്ചിരിക്കും. ഉണ്ടെന്താ നടക്കാൻ പോകുന്നത് കണ്ടോ? വരണം. കൊലപാതകങ്ങൾ ഇന്ന് കുറെ ഉണ്ടല്ലേ പത്രത്തില്? ഈ ബ്രാഹ്മണന്മാര് കള്ളം പറയുന്നത് പാപമല്ലേ? അതെ. എന്താ പെട്ടെന്നൊരു സംശയം? സംശയമൊന്നുമില്ല. നീ ഒരു ബ്രാഹ്മണനല്ലേ? അതെ. ഇനി പറ, യഥാർത്ഥത്തിൽ ഈ തെക്കേപ്പാട്ടെ ശങ്കരൻകുട്ടി നായരാരാ? എന്താ ശങ്കരൻകുട്ടി നായരാരാന്ന് പറ. ഇതെന്ത് പറ്റി നിനക്കിന്ന്? ഒന്നും പറ്റിയിട്ടില്ല. പറ, ആരാ? തെക്കേപ്പാട്ടെ ശങ്കരൻകുട്ടി ആര്? ഞാൻ തന്നെ. നായരോ? അപ്പൊ ബ്രാഹ്മണൻ എന്നല്ലേ നേരത്തെ പറഞ്ഞത്? എന്റെ പൊന്ന് ലോഹിതാക്ഷ, നിനക്കറിയില്ലേ ഈ ബ്രാഹ്മണൻ എന്നുള്ള സ്കൂളിൽ വെച്ച് എന്നെ കൂട്ടുകാരെ വിളിച്ചോണ്ടിരുന്ന വട്ടപ്പേരല്ലേ? വട്ടപ്പേരാ. അപ്പൊ ഈ അനന്ത പത്മനാഭ അയ്യരാരാ? അനന്ത പത്മനാഭ അയ്യര് അത് നമ്മുടെ സ്കൂളിലെ പഴയ ഹെഡ് മാസ്റ്റർ. ഹെഡ് മാസ്റ്ററോ? അപ്പൊ അത് നീയല്ല? നീ ബ്രാഹ്മണനേ അല്ല? അല്ല. അല്ല. ഇത് കഴിക്കേ. എന്താ ഇത്? നല്ല ഒന്നാന്തരം ചിക്കൻ ഫ്രൈയാ. അതെ, എനിക്ക് നല്ല വിശപ്പില്ല. അതിവിടെ വെച്ചേക്ക്, ഞാൻ അല്പം കഴിഞ്ഞ് കഴിച്ചോളാം. ചൂടോടെ ഇപ്പൊ തന്നെ കഴിക്കേ. ചൂടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഞാൻ കഴിക്കില്ലെന്ന് നിനക്കറിയില്ല. അയ്യോ, ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് നല്ല തണുത്തതാ. ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പൊ എടുത്തതേ ഉള്ളൂ. കഴിക്കേ. അല്ല, കണ്ടിട്ട് നാവില് വെള്ളം ഊറുന്നുണ്ട്. വെറുതെ നാവില് വെള്ളം ഊറിക്കണ്ട. ഇത് മുഴുവൻ കഴിച്ചോളൂ. മാംസം നല്ല ടേസ്റ്റ് ഉണ്ട്. നീ കഴിച്ചോ? ചിക്കൻ ഫ്രൈയാ? നല്ല സ്വാദുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ
കഴിഞ്ഞ വർഷം മുരിങ്ങാശ്ശേരി തറവാട്ടിൽ വെച്ച് ഞാൻ ബ്രാഹ്മണനാണെന്നും മത്സ്യമാംസാദികൾ കഴിക്കാറില്ലെന്നും പറഞ്ഞ് അവിടുത്തെ കാര്യസ്ഥനെ പറ്റിച്ച് ഇതുപോലെ ചിക്കൻ ചില്ലി വാങ്ങിച്ച ഓർമ്മയുണ്ടോ? ഏത് മുരുകാശ്ശേരി, ഏത് കാര്യസ്ഥൻ? ഇതാ പറഞ്ഞത്, നിനക്ക് ഒരു ഓർമ്മയില്ല. അതൊക്കെ പോട്ടെ. ഇവിടത്തെ കാര്യസ്ഥൻ ഒരു ഉണ്ട വിഴുങ്ങി മണ്ടനാണെന്നും അങ്ങേരെയും ഇതേപോലെ എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞു പറ്റിക്കും എന്ന് നീ പറയുന്നല്ലാതെ പറ്റിക്കുന്നില്ലല്ലോ ലോഹിതാക്ഷ. ഞാൻ എപ്പോ പറഞ്ഞു? നീ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ ഈ നമ്പറിലൊന്നും അങ്ങേര് വീഴൂല. അങ്ങേര് അസാമാന്യ ബുദ്ധിയുള്ള ഒരു പണ്ഡിതനാണ്. ആ മുഖം കണ്ടാൽ തന്നെ അറിയാം, ഒരു ദിവ്യ തേജസ് ആ മുഖത്തില്ലേ ലോഹിതാക്ഷ? എടാ പരമനാറി, നിനക്കെന്നെ പറ്റിക്കണോ അല്ലടാ? എനിക്കാരും പറ്റിക്കണ്ട, പറ്റിച്ചത് ഇവനാ. എന്താ കേട്ടോ പ്രശ്നം? ആ കുഞ്ഞെ ഞാൻ പറഞ്ഞുതരാം. മേലാൽ ഇത്തരം കൊടരാത്തരം കാണിച്ചാലുണ്ടല്ലോ നിന്റെ ഷേപ്പും മാറ്റും, നിന്റെ പണി കളഞ്ഞ അവിടുന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട ഏട്ടാ. അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കേട്ടാ. കേട്ടോടാ കേട്ടോടാ കേട്ട്. അതെ, ആൾക്കാരെ ഒളിപ്പിച്ച് നിർത്തുമ്പോ അവരോട് ബീഡി വലിക്കാതിരിക്കാൻ പറയണം കേട്ടോ. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല, ഓർത്തോ. ചേട്ടാ, അറുമുഖൻ ചേട്ടാ, ഒന്ന് നിന്നേ. ദേ, അവൻ ചിക്കൻ കഴിച്ചിട്ടില്ല, കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ച് കളയാ. വന്ന് കാണ്, വരണം. നിക്കലോഹിതാക്ഷ, ഇങ്ങനെ വായില് വരലത്ത് ചിക്കൻ മുഴുവൻ ഛർദ്ദിച്ച് കളയാൻ പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് ഓടി പോന്നാൽ എങ്ങനെയാ? കാര്യം നടന്ന് പറ. പിന്നെ ടൗണിലേക്ക് പോകണമെങ്കിൽ 2 പ്ലേറ്റ് പോത്തിറച്ചൂടെ വാങ്ങിച്ചോ. ഞാൻ ഇന്ന് അത്താഴത്തിനൊന്നും ഉണ്ടാക്കുന്നില്ല, വരട്ടെ. ചേട്ടാ, ഇവൻ എന്ത് പറ്റി അണ്ണാ? എന്നെയും പറ്റിച്ച് ഇവിടെ ഉള്ളവരെയും മുഴുവൻ പറ്റിച്ച് എത്ര കാലം ഈ കളി കളിക്കുന്നത് നമുക്ക് കാണാം. എത്രയും സ്നേഹമുള്ള വിനീതയ്ക്ക്, അത് വേണ്ട, തെറ്റിദ്ധരിക്കും. എത്രയും ബഹുമാനപ്പെട്ട വിനീത കുട്ടിക്ക്, അത് മതി. പാപ്പാൻ ശങ്കരൻകുട്ടി എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി ഇവിടെ കഴിയുന്നവനാണ് അവൻ. അവൻ യഥാർത്ഥത്തിൽ അനന്ത പത്മനാഭ അയ്യരാണ്. കുട്ടിയെ വശീകരിച്ച് ഇവിടത്തെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റുകയാണ് ആ ചെറ്റയുടെ ഉദ്ദേശം. അവനൊരു ദുർമാർഗിയും ദുർനടപ്പുകാരനും ദുഷ്ടനും ദുരാഗ്രഹിയുമാണ്. ഉടനെ തന്നെ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒറിജിനൽ ശങ്കരൻകുട്ടി. ഒപ്പ്. ഇത് മതി. അവൻ എന്നോടാണ് കളി. ഒട്ടിച്ച് തന്നെ കൊടുത്തു കളയാം, ഒട്ടിച്ച് തന്നെ കൊടുത്തു കളയാം. I love you, love you, love you, love you சொன்னாலே உள்ளத்தை அள்ளி அள்ளி தன்னாலே. I love you, love you, love you, love you தன்னாலே உள்ளத்தை உள்ளத்தை അള്ളി അള്ളി തന്നാലേ. I love. എന്താടാ പിന്നെ? അല്ല, നമ്മുടെ ആന അവിടെ ഒന്നും കണ്ടില്ല, ഇങ്ങോട്ടെങ്ങനെ വന്നാ നോക്കിയായിരുന്നു. ആനയെ ആ, ഇവിടെ എങ്ങും കാണാനില്ല. മുറിക്കകത്ത് എങ്ങനെ ഉണ്ടാ നോക്കിയേ. Construction and tonic industry is water treatment. Resonators from the finest version of generation technology in India. കാസറ്റും ബുക്സും ഒക്കെ എടുത്ത് ഞാൻ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അമ്മാവൻ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞേക്കെ, ഞാൻ ലൈബ്രറിയിൽ പോയിരിക്കാന്ന്. ശരി. മറ്റേ വിളിക്ക. ഞാനോ? അവളെ വിളിക്ക. അതെ, ഞാൻ. എന്നെയോ? അയ്യോ, ഞാൻ എഴുതിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഇത് അറിയേണ്ടതാണല്ലോ. വായിക്ക്. കരളിന്റെ കരളായ ഗായത്രിക്ക് പ്രേമഗായകൻ ലോകിതാക്ഷൻ എഴുതുന്നത്. കാര്യസ്ഥൻ ഉണ്ട വിഴുങ്ങി കറുപോറൻ അറുമുഖം പിള്ളയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു മകൾ ജനിച്ചത്? സത്യം പറയണം, ആ കോന്തന്റെ മകൾ തന്നെയാണോ ഗായത്രി? അയ്യേ, നമ്മുടെ വിവാഹത്തിന് നിന്റെ തന്തപ്പടി സമ്മതിച്ചില്ലെങ്കിൽ അങ്ങേരെ വടിയാക്കാനുള്ള കൊടിയ പക്ഷം എന്റെ കയ്യിലുണ്ട്.
അങ്ങേര് വടിയായാലേ നമ്മൾ ജോഡിയാകൂ. അതുകൊണ്ട് തടി കേടാകണ്ടെങ്കിൽ ഉടനടി നമ്മുടെ വിവാഹം നടത്തിത്തരാൻ പറയണം. ഇതാണ് ഉടമ്പടി എന്ന് മുടി ചൂടാമന്നൻ ലോഹി. ഇത് ഞാൻ എഴുതിയ കത്തല്ല. ഇവൻ പാവമാണ് ചേട്ടാ. ചിലപ്പോ ഇവനെ കൊടുക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും കവറിനകത്ത് കത്ത് മാറ്റി വെച്ചാണെങ്കിലോ? എടാ, പട്ടി. അതും അടി മാറി.